എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ട് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. നേന്ത്രപ്പഴം, ഗോതമ്പ് പൊടി, ഒരു സ്പൂൺ അരിപ്പൊടി, അതിലേക്ക് ഏലക്കായ, എള്ള്, തേങ്ങ ചെരിയിട്ടതാണ്, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ചുടാൻ പോവുകയാണ്. നന്നായിട്ട് പഴുത്ത പഴം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം, വെറുതെ കളയരുത്. ഇത് മുഴുവനായിട്ട് ഒഴിക്കട്ടെ. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ ഒന്ന് കുറച്ചാൽ മതി. മുഴുവനായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊക്കെ കഴിക്കാൻ നന്നായിട്ട് പഴുത്ത പഴം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്യാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഗോതമ്പ് പൊടി നന്നായിട്ട് നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക. അതിലേക്ക് ഒരു സ്പൂണ് അരിപ്പൊടി, ശർക്കര ഉരുക്കി ഒഴിക്കണ്ട, ചതച്ചിട്ടാൽ മതി. ജീരകം, ഒരു നുള്ളി ജീരകം, എള്ള്, ഏലക്കായ, ഒരു നുള്ളുപ്പ്, ഒരു നുള്ളു അപ്പക്കാരം, തേങ്ങ ചെറിയതും കൂടെ ചേർത്താൽ മതി. അത് ചുടുന്ന സമയത്ത് അതൊന്ന് മുരിഞ്ഞു വരും. ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. എല്ലാം കൂടെ ഒന്നിച്ചിടുക, എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ. എന്നിട്ട് നമ്മൾ വെക്കൊന്നും വേണ്ട, അന്നേരം തന്നെ ചുട്ടെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട, അന്നപ്പം തന്നെ ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്കിവിടെ റെഡിയായി കിട്ടും. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാവുമല്ലോ. ചായക്ക് ഒക്കെ കൊടുക്കാൻ നല്ലതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. നല്ല സോഫ്റ്റാണ്. എണ്ണയൊന്നും അധികം കുടിക്കില്ല, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലോ എന്തായാലും കുഴപ്പമില്ല. ഈ വീഡിയോ നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കണം. ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ, കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. താങ്ക് യു.